എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനമായി മുൻ മന്ത്രി ജി സുധാകരന്റെ കവിത വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. പലപ്പോഴും CPM-നെതിരെയും SFI-ക്കെതിരെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ജി സുധാകരൻ നടത്താറുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയും, അദ്ദേഹം SFI ഇപ്പൊ അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ പാർട്ടിക്കകത്ത് ഏറ്റവും താഴത്തെ ഘടകത്തിലുള്ള മെമ്പർഷിപ്പേ ഉള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമം അനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞവർ മാറി നിൽക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം തുടർച്ചയായിട്ട് മത്സരിച്ചവർ ഇനി മത്സരിക്കണ്ട എന്ന് പറയുന്ന ഒരു നിയമവും പാർട്ടി നിയമത്തിനകത്ത് വരുത്തി, പാർട്ടി തീരുമാനത്തിനകത്ത് വരുത്തി. അപ്പം 2 രീതിയിൽ വരുമ്പോഴും, ഒന്ന് മത്സരിക്കേണ്ടെന്ന് തീരുമാനിപ്പോഴും തുടർച്ചയായിട്ട് മത്സരിക്കുന്ന ആളായതുകൊണ്ട് മത്സരിക്കാൻ സാധിച്ചില്ല. പാർട്ടിക്കകത്ത് പ്രായപരിധി പറയുന്നത് പോലെ സ്ട്രിക്റ്റ് ആക്കിയപ്പോൾ അദ്ദേഹത്തിന് 75 വയസ്സ് കഴിഞ്ഞത് പാർട്ടി പദവികളിൽ നിന്ന് ഒഴിയേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ആ പ്രദേശത്തെ ജില്ലയിലെ, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പാർട്ടി പരിപാടികൾ ഈ താഴത്തെ ഘടകത്തിലാണെങ്കിലും അവിടെ ഉൾപ്പെടുത്തി പോകേണ്ട ഒരു അവസ്ഥ അവിടുത്തെ പാർട്ടി ആലോചിക്കേണ്ടതായിരുന്നു. അതിന് നമ്മുടെ കാര്യമല്ല. അപ്പൊ അത് ആലോചിക്കുന്നുണ്ടാവത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. അഭിപ്രായം കേൾക്കാൻ മാധ്യമങ്ങൾ ഉണ്ടാവുന്നു. മാധ്യമങ്ങളിൽ കൂടി അത് ഈ പറയുന്ന പോലെ ചർച്ചയാകുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് CPM-ന് മാറാറുണ്ട് പലപ്പോഴും. ഇപ്പൊ ഏറ്റവും അവസാനം ഒരു കവിതയുടെ വിഷയമാണ്. കവിതയുടെ കണ്ടന്റ് കുണ്ടവും കുടച്ചക്രവും. അപ്പൊ അത് SFI-ക്കെതിരെ ആണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്ന മുദ്രാവാക്യമൊക്കെ ഉമ്മൻ എഴുതി കണ്ടിട്ടേ ഉള്ളൂ, ഇവർക്കതൊന്നും അറിയത്തില്ല, അതിന്റെ ഭാഗമല്ല, SFI ക്രിമിനൽസ് ആണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ഇന്നർ മീനിങ് ഉള്ള ഒരു കവിതയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് സജി ചെറിയാനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചൊറിഞ്ഞിട്ടുണ്ട് എന്നാണ്, ട്രോൾ എന്നാണ്. അപ്പൊ സജി ചെറിയാനെയൊക്കെ ഈ ലൈം ലൈറ്റിൽ കൊണ്ടുവന്നും, സജി ചെറിയാനാണ് ശരീസൻ ജില്ലാ സെക്രട്ടറി ആക്കുന്ന പ്രധാന പദവികളൊക്കെ കൊണ്ടുവരുന്നു. ജി സുധാകരന്റെ പാർട്ടി സ്വാധീനം, ജി സുധാകരനായിരുന്നല്ലോ ആ ജില്ലയിലെ പാർട്ടി. ഇപ്പൊ ജി സുധാകരനെതിരെ നിൽക്കുന്ന ഏറ്റവും ആദ്യത്തെ വ്യക്തി എന്നുള്ള രീതിയിൽ കേൾക്കാൻ സാധിക്കുന്നത് സജി ചെറിയാനാണ്. അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന അവിടുത്തെ പാർട്ടി സംവിധാനം, ജി സുധാകരനെതിരെയുള്ള ലോബിയെ നിയന്ത്രിക്കുന്ന പാർട്ടി സംവിധാനത്തിന്റെ നേതാവ് സജി ചെറിയാനെന്നാണൊക്കെ പറയുന്നത്. അതിനകത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ആഴത്തിൽ പഠിക്കണം. അതിനെപ്പറ്റി നമുക്ക് പാർട്ടിക്കകത്തെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതേ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഏതായാലും ഈ പ്രാവശ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഈ പറയുന്നത് പോലെ ആലപ്പുഴ ജില്ലയിൽ നിന്നായിരുന്നു SFI-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അവിടെ വന്നപ്പോൾ ഈ പറയുന്നത് പോലെ ജി സുധാകരനെ ആക്ഷേപിക്കുന്ന രീതിയിൽ SFI സഖാക്കളുടെ ഭാഗത്തു നിന്നും ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം ഫേസ്ബുക്കിലുള്ള വ്യാപകമായിട്ട് SFI നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ SFI ഏറ്റെടുത്ത് പ്രചരണം നടത്തി. അതായത് അത് ഇൻഡയറക്റ്റ് ആയിട്ട് ജി സുധാകരനെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു. ആദ്യത്തെ പ്രസിഡന്റ് അല്ല ജി സുധാകരൻ SFI-യുടെ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ആദ്യകാല പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ജി സുധാകരൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ എത്ര വയസ്സുണ്ടാവുന്ന അറിയില്ല. അപ്പം ആദ്യത്തെ പ്രസിഡന്റ് ജി ശിവപ്രസാദ് എന്ന് പറയുമ്പോൾ മറ്റേ പ്രസിഡന്റ് അപ്രസക്തനാണ്, അതിനെ ആരും പരിഗണിക്കേണ്ടതില്ല, അത്തരത്തിലൊരു ആളില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരാൾ ഇതിനകത്തുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അയാൾ ഇപ്പൊ ഇതിനകത്തില്ല, പുറത്താക്കി. നമ്മൾ പണ്ട് ഈ ഇപ്പോഴത്തെ സ്വരാജിനെ പറ്റി പണ്ടൊരു ആക്ഷേപം വന്നില്ലേ, VS-നെ ഒരു സമ്മേളനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണ്ടേ. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമല്ലോ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശിക്ഷ. ക്യാപിറ്റൽ അതായത് വധശിക്ഷ നടപ്പാക്കണം. പാർട്ടിക്കകത്തെ വധശിക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പാർട്ടിക്കകത്ത് വെച്ച് കൊല്ലുന്നതല്ലല്ലോ, കൊല്ലുന്ന നമുക്ക് അനുവദനീയമല്ല, പാർട്ടിക്കകത്ത് പുറത്താക്കണം. അതുപോലെയുള്ള ഒരു വധശിക്ഷ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജി സുധാകരനെ കൊണ്ടെത്തിച്ചു SFI നേതാക്കന്മാർ, അല്ലെങ്കിൽ SFI-യുടെ ആദ്യത്തെ പ്രസിഡന്റ് അതിനെ ആഘോഷമാക്കി. അതായത് SFI-യുടെ പ്രസിഡന്റ് ആയിട്ടും SFI-ൽ കൂടി വളർന്നു വന്ന് DYFI-ൽ കൂടി വളർന്നു വന്ന് പാർട്ടിയെ ആ ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിൽ ഏറ്റവും വലിയ ഒരു ഉയർച്ചയിലെത്തിച്ചതും ഇപ്പോഴും ഈ ആലപ്പുഴ ജില്ലയുടെ ഏത് പ്രദേശത്ത് എന്നാലും വളരെ വ്യക്തമായ സ്വാധീനമുള്ള ജി സുധാകരൻ, അതായത് വളരെ വലിയ വ്യക്തിത്വമുള്ള ജി സുധാകരന് പാർട്ടിക്കകത്തെ ഏറ്റവും താഴെ അറ്റത്തെ ഘടകമായ SFI-ക്കാരെ കൊണ്ട് ആക്ഷേപം പറയിക്കുന്ന ഒരവസ്ഥ ജി സുധാകരനുണ്ടായി. SFI ഇത്തരത്തിലൊരു ആരോപണമോ ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു പ്രചരണമോ ഇൻഡയറക്റ്റ് ആയിട്ടാലും ഡയറക്റ്റ് ആയിട്ടാലും നടത്തണമെങ്കിൽ അവിടുത്തെ പാർട്ടിയുടെ കൃത്യമായ സ്വാധീനം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിട്ടിരിക്കുന്ന ഈ പറയുന്ന മന്ത്രി സജി ചെറിയാന്റെ സ്വാധീനം, അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാരുടെ പിൻബലമില്ലാതെ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഈ ചെയ്യുന്നവർ ഇത് ഒരു പരാതിയായിട്ട് വന്നാൽ മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ
ചെയ്ത ആൾക്കാർ പുറത്തു പോകും. SFI നേതാക്കന്മാരായാലും പുറത്തു പോകും, സംസ്ഥാന പ്രസിഡന്റ് ആയാലും പുറത്തു പോകും. അപ്പൊ അങ്ങനെ പുറത്തു പോകത്തില്ലെന്ന് ബോധ്യം വന്നത് കൊണ്ടാണല്ലോ ഇത്തരത്തിൽ ജി സുധാകരനെ ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥ വന്നത്. ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആളല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വലിയ CPM നേതാവ് മാത്രമല്ല, CPM വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം അനിയൻ, അതായത് രക്തസാക്ഷി കുടുംബത്തിൽ സ്വന്തം അനിയനെ പന്തളം കോളേജിന്റെ മണ്ടയ്ക്ക് നിന്നും എടുത്ത് നിലത്തിട്ട് KSUക്കാരെന്ന് വെട്ടിക്കൊന്ന ഒരു രക്തസാക്ഷിയുടെ വീട്ടിൽ നിന്നുള്ള ആളാണ് ജി സുധാകരൻ. അതായത് പാർട്ടിക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിലെ അനിയനെ പോലും നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം, പാർട്ടിയുടെ ഭാഗം നിന്ന് ആ പാർട്ടി ഇല്ലാത്ത സമയത്ത് ആ പ്രദേശം മൊത്തം പാർട്ടി ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വം. മാത്രമല്ല, ആരോട് പറഞ്ഞാലും, ശത്രുക്കളോട് പറഞ്ഞാലും ജി സുധാകരൻ, ഇപ്പൊ കോൺഗ്രസ്സുകാരനായാലും കൊള്ളാം, BJP കാരനായാലും ആരോട് പറഞ്ഞാലും ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ചോദിച്ചാൽ അദ്ദേഹം കറകളഞ്ഞ വ്യക്തിത്വമാണെന്നേ പറയത്തുള്ളൂ. 5 പൈസയുടെ അഴിമതി ഇതുവരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ലൊരു വ്യക്തിത്വത്തെ ആ CPM പോലെ ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവിനെ തേജോവധം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ SFIക്കാരെ ഉപയോഗിച്ചു എന്ന് കൃത്യമായ ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ കവിത എഴുതിയത്. അദ്ദേഹം ഇന്നലെ ചില പ്രസ്താവനകൾ പറഞ്ഞിട്ട് ഞാൻ SFIയെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ആ കവിത വായിക്കുമ്പോൾ, ആ കവിതകളെ വരകൾ വായിക്കുമ്പോൾ അത് SFIയെ തന്നെയാണ് ഉദ്ദേശിച്ചത്, സജി ചെറിയാനെയാണ് ഉദ്ദേശിച്ചത്, ഇപ്പോഴത്തെ CPMന്റെ നിലപാടുകളെയാണ് ഉദ്ദേശിച്ചത്, SFIയുടെ അക്രമ രാഷ്ട്രീയത്തെയാണ് ഉദ്ദേശിച്ചത്, SFIയെ ഇപ്പൊ ജനം എങ്ങനെ വിചാരിക്കുന്നു എന്നുള്ളതിനെയാണ് ഉദ്ദേശിച്ചത്. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ഈ പാർട്ടി കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഇന്നലെ ഗുരുദാസന്റെ രൂപത്തിലും ഒരുപക്ഷെ ജി സുധാകരന്റെ രൂപത്തിലും അല്ലെങ്കിൽ അകത്ത് നിൽക്കുന്ന MA ബേബിയുടെ ഒക്കെ രൂപത്തിലും പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കകത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒരു പരിധി വരെയെങ്കിലും വെളിയിൽ വരുന്ന രീതിയിലേക്കാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. CPMനകത്തെ ചില നേതാക്കന്മാർ പറയുന്നത് പോലെ എല്ലാം സുതാര്യമല്ല, എല്ലാം ശരിയല്ല, പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പറയുന്നതിന് വേണ്ടി സാധിക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ പാർട്ടി കൃത്യമായിട്ട് തിരുത്തൽ വരുത്തി പോകണം എന്ന് പറയുമ്പോൾ അതിനകത്ത് നിന്ന് ചില അതിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വാധീന വലയത്തിലുള്ള അല്ലെങ്കിൽ പാർട്ടിയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള നേതാക്കന്മാരെ അഭിപ്രായത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും ആ അഭിപ്രായം പറയുന്നത് കൊണ്ട് അവരെ അവഹേളിക്കുന്നതിനും ആ അവഹേളനം ഈ പറയുന്നത് പോലെ അവർക്ക് അർഹതയുള്ള ആൾക്കാരിൽ നിന്ന് തിരിച്ചു കൊടുക്കാതെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് പോലും നടത്തിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുന്ന, അല്ലെങ്കിൽ നീ ഇത്രയേ ഉള്ളൂ, നിനക്ക് മറുപടി SFIക്കാരന്റെ മതി എന്നുള്ള രീതിയിലേക്കുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം എവിടം വരെ എത്തുമെന്ന് നമുക്ക് നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കും. അതിനകത്തെ പലരും അഭിപ്രായം പറയുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. നമ്മൾക്ക് മനസ്സിലാവുന്നത് ജി സുധാകരനെ ആക്ഷേപിച്ചതിന് പകരമായിട്ടുള്ള ഒരു കവിതയാണ് കുന്തവും കുടച്ചക്രവും എന്ന് തന്നെയാണ്. തീർച്ചയായും. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.